പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഹൃദയവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിലെ അവസാനം വന്നപ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് ചെയ്തു. അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങളുടെ എററല്ലത്. അത് യൂട്യൂബിൽ തന്നെ ഉള്ള
സാങ്കേതിക പ്രശ്നങ്ങളാണ്. നമ്മുടെ മാസ്റ്ററെല്ലാം കറക്റ്റാണത്. അവിടെ ഞങ്ങൾ ഉടനെ ആ പ്രസംഗം രണ്ടാം അപ്പ് ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ കണ്ടു കാണണമെന്ന് പറയുന്ന കാര്യം, ഇതൊരു സീരീസ് ഓഫ് വെളിപാടുകളാണ് വരണത്. കാര്യം കൃപാസനവും അതിൻ്റെ ആധ്യാത്മികതയെന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നതാണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ലിങ്ക് പോകാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണം. നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ, മൾട്ടി പ്രോബ്ലംസിലെ ജീവിതത്തിൽ മൾട്ടി പ്രോബ്ലംസ്. ഇന്ന് പേർക്കിടാനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണം, അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം. ഓഫീസിൽ ചെല്ലുമ്പോൾ വേറെ അവിടെ ചില അസൈൻമെൻറ്റുകൾ ചെയ്ത് കാണത്തില്ല, അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ നമ്മളത് പരാജയപ്പെടുത്തി കാണും. അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും. എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല, പലയിടത്ത് പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളാണ് ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2 കൊരിന്ത്യൻസ് 1:20 വായിക്കണം, ഒരു 3-4 പ്രാവശ്യം വായിക്കണം. എന്നുവെച്ചാൽ ഓരോരോ വിഷയങ്ങൾക്ക് ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് ആമേൻ പറയണം. അത് അപ്പം ആമേൻ എന്ന് നമ്മൾ പറയാം. ഏറ്റവും പ്രയർഫുൾ, ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ആമേനാ. വെച്ചാൽ ഈശോ തന്നെ എന്താണ് നമുക്കറിയാം. അമ്മ എന്താ പറഞ്ഞത്? ആമേൻ. ഈശോ എന്താ പറഞ്ഞത്? ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഷോട്ട് ചെയ്യുമ്പോൾ ആമേനാ. അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ ഒരു സംഘർഷത്തിലൂടെ പോകണമെങ്കിൽ ആമേൻ ഈശോ ആമേൻ എന്ന് പറയണം. അപ്പം എന്താ കാര്യം വെച്ചാൽ അവിടെ എന്താണ് തിരുമനസ്, അത് നിൻ്റെ തിരുമനസ് നിറവേറണമേ. ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടം ഒന്നും നിറവേറുന്ന കാണുമ്പോൾ ഈശോ ഉടനെ പറയും ആമേൻ. പരിശുദ്ധാത്മ പറഞ്ഞു ആമേൻ, അതേ പിതാവേ എന്ന് പറയത്തില്ലേ? അപ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആമേൻ. ഇപ്പം ഈ ആമേൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല, നമ്മളുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്താണ് ആമേൻ. എന്തെങ്കിലും കാര്യം തെറ്റുപോയി, ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുട്ടി, അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്താണ്? പ്രൈസ് ദി ലോർഡിനേക്കാൾ ശക്തമാണ് ആമേൻ. പ്രൈസ് ദി ലോർഡ് ദൈവത്തെ സ്തുതിപ്പെന്നാണ്, മറ്റത് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. ഇപ്പം ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് സുരക്ഷയാണുള്ളത്. പിന്നെ ഇടയ്ക്ക് ഡീവിയേഷൻ എന്തെങ്കിലും നമ്മുടെ അസൈൻമെൻറ്റിൽ നമ്മളുടെ കണക്കൂട്ടിൽ വരാത്ത സംഭവങ്ങൾ ദൈവഹിതമാണ്. അപ്പം നമ്മൾ ആമേനാ പറയേണ്ടത്. ഉദാഹരണത്തിന് 2:1:20 എടുത്തേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത്. നമ്മൾ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കുന്നത്, നമ്മൾ പ്രാപിക്കുന്ന വാഗ്ദാനങ്ങളാണ്. മനസ്സിലായ? ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ്. നമ്മളത് ഫീൽ ചെയ്യണത് അനുഗ്രഹമായിട്ടാണെന്നാണ് ഉള്ളത്. നമുക്ക് ഫീൽ ചെയ്യണത് അനുഗ്രഹം. ഇപ്പോൾ ജോലി കിട്ടി, അനുഗ്രഹം. പക്ഷേ ജോലിയെക്കുറിച്ച് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ആഹാരം, നിൻ്റെ വസ്ത്രം, നിൻ്റെ ജീവിതം, ഞാനത് ക്രമീകരിക്കും എന്നുള്ളത് എന്താണ്? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മൾ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് പറയേണ്ടത്. കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു. ഇപ്പോൾ 8855 വാഗ്ദാനങ്ങളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നിനക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദാനം പ്രാപിച്ചു.
എന്താ കാര്യം? വിശ്വസിക്കുന്ന മരണമില്ലല്ലോ. എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണേ? മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വാഗ്ദാനം പ്രാപിച്ചു. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദൈവഹിതപ്രകാരമുള്ള ദൈവ പദ്ധതി അനുസരിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള വാക്കാണ് ആമേൻ. ആമേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ്. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ കോൺഫിഡൻസ് നമുക്ക് പെട്ടെന്നുണ്ടാകും. ടിജിക്ക് നല്ല കോൺഫിഡൻസാണ്. എന്താ കാര്യം? അവൾ പറയണത് ഞാൻ ഉടമ്പടി പാലിക്കുകയല്ല ചെയ്തത്. അവൾ പറയുന്നുണ്ട്. അവളുടെ കോൺഫിഡൻസിൻ്റെ കാര്യം പറയണത് എന്താണ്? ഞാൻ ഉടമ്പടി പാലിക്കുകയല്ല ചെയ്തത്, പിന്നെ എന്താണ്? ഞാൻ ജീവിക്കുകയാണ് ചെയ്തതെന്നാണ്. അപ്പോൾ തന്നെ ഞാനോട് ഇവൾക്കുള്ളതല്ല ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെത്താൻ ഒരു ഉടമ്പടി അനുഭവത്തിലേക്ക് വന്നിരിക്കുക. എന്താ പറയണത്? ഞാൻ ഉടമ്പടി പാലിക്കുകയല്ല ചെയ്തത്. ഞാൻ എന്തുകൊണ്ടാണ് ജസ്റ്റോട് പറഞ്ഞത്, നിങ്ങൾ IELTS എഴുത്, മാതാവല്ലേ തരണത്, കമ്പനിയും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും അല്ലല്ലോ. കമ്പനി അത് നിലപാടാണ്. ഉടമ്പടി നമുക്ക് നിലപാടുണ്ടാക്കും. അതിൻ്റെ അകത്ത് വെസ്റ്റ എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് മക്കളൊന്ന് ശ്രദ്ധിച്ച മക്കളെ. സാക്ഷികളിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ആദ്യം ഈ ടിജോക്ക് വേണ്ടത് വെസ്സെന്നും പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ കമ്പനി, അതായത് ലൊക്കോം മൊബൈലിൻ്റെ മെക്കാനിസ്റ്റാണ് ആൾ. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചിട്ട് അവിടെ ഒരു അംഗീകരിക്കണില്ല. അതായത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടത്തുള്ളൂ. അതായത് ഇങ്ങയുടെ മെക്കാനിക്കൽ ഡിഗ്രിക്ക് ഡിപ്ലോമയ്ക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള തുല്യമായിട്ടുള്ള അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണം. അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വെസ് എന്ന് പറഞ്ഞ കമ്പനി പറഞ്ഞ് അവരുടെ അടുത്ത് കൊണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞ് നിങ്ങൾക്കിത് കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾക്കിത് കിട്ടത്തില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ടിജിക്ക് മറ്റയാൾ അപ്പം തന്നെ തളർന്ന് എന്താ കിട്ടത്തില്ലല്ലോ. അപ്പോഴും ഉടനെ ടിജി നമ്മുടെ ഉടമ്പടി ക്ലാസ് വിടാതെ കൂടുന്ന ആളാണ്. ടിജി പറയും ഇത് കമ്പനിയല്ലേ, കർത്താവല്ലല്ലോ, അതാണ് വിഷയം. ഇങ്ങനെയാണ് വിഷയത്തെ വെസ തരികളെന്ന് പറയുമ്പോൾ പറയും ഇത് കമ്പനിയല്ലല്ലോ കർത്താവ്, യേശുവല്ലേ കർത്താവ്. അതെവിടെ നിന്ന് കിട്ടിയതാണ്? അത് ഈ നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം നമുക്ക് 4 തരത്തിൽ വിശ്വാസം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 4 തരത്തിൽ. എന്താണ്? ഒന്നാമത്തെ തരമെന്ന് പറയണത് നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വഴി ആണ് നമ്മൾ വിശ്വാസം നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്, വെളിപ്പാക്കണത്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്നത് ഈടുവെപ്പ് കുറവായിരിക്കും. പ്രാർത്ഥന ചെയ്യും. ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ ഞാൻ 150 വിശ്വാസപ്രമാണം ചൊല്ലിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈടുവെപ്പില്ല. ഈടുവെപ്പെന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ അകത്തൊരു ഡിപ്പോസിറ്റ് ഒന്നും വരണില്ല. നാക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് എവിടെയെങ്കിലും ലൈറ്റും ഫാനൊക്കെ ഇട്ടുകൊണ്ട് ഉള്ളൊരു പരിപാടിയായിട്ടാണ് പ്രാർത്ഥന മാറ്റണത്. നമുക്ക് നഷ്ടമില്ലല്ല, നമുക്ക് നഷ്ടമില്ല. എൻ്റെ അത് നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക മാത്രമേ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ നിരത ദ്രവ്യം കിട്ടണം, ദ്രവ്യം ഉണ്ടാകണം. ഈ പ്രാർത്ഥനാ ജീവിതമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം ഇവന്മാർ മെയ്യേട്ട് കൊണ്ടൊന്നും ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രാർത്ഥിക്കാൻ എളുപ്പമാണല്ലോ, കാറിലിരുന്ന, വണ്ടി ഇരുന്ന, ബൈക്കിൽ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവത്തിന് ഈ സംഭവം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് വേണം, ഡ്യൂട്ടി അടിക്കണം ഈ സംഭവത്തെ. എന്ന് വെച്ചാൽ
നമ്മൾക്ക് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആൾക്കാർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാനവിടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ 39 വർഷത്തെ കുർബാന എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെ അകത്ത്. അതിന് പിന്നെന്താ പറയണത്? എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് സംപ്രീതമായി തോന്നിയുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന ആരാധനകൾ, എന്തെല്ലാം കാര്യമാണ് ഇതിൻ്റെ ഈടുവെപ്പ് കൊടുക്കുന്നത്. അപ്പം ചെക്ക് എഴുതി കഴിഞ്ഞാൽ അത് വണ്ടിച്ചെക്കാകത്തില്ല. അതാണ് വിഷയം. നിങ്ങളുടെ പ്രാർത്ഥനകൾ വണ്ടിച്ചെക്കാകരുത്. ഞാൻ എപ്പോഴും നിങ്ങൾ ചോദിക്കും, ഫോർ വാട്ട് ഐ ഹിയർ യു, എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾക്കണമെന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും വളരെ കാറ്റഗോറിക്കലായിട്ടുള്ള ഈടുള്ള എന്തെങ്കിലും പറയാനുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പ്രേക്ഷിത വില കൂട്ടണത്. മനസ്സിലായില്ലേ? പ്രേക്ഷിത വില കൂട്ടത്തില്ല. ഇപ്പം അവൾ തന്നെ ചെയ്യണമെന്ന് അവൾ അവളൊരു കെട്ട് പത്രം എടുക്കേണ്ട ആൾ 5 കെട്ട് എടുത്തിട്ട് മഞ്ഞെന്ന് പറയാൻ പറ്റുകയില്ല. ആ ഹിമപാതമാണ് നടക്കുന്നത്. ഈ -30 നടന്ന് ഒരാളെ കാണാൻ പോവുകയാണ്. എന്നിട്ട് ഇവള് പറയണൊരു കാക്കുണ്ടേ, ഞാനൊക്കെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ പത്രം അയാൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് സങ്കടമാണ്. കാര്യം അയാളത് ബാഗിൽ വെച്ചാൽ ഓക്കെ, അയാളെ കളയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി എടുക്കുമെന്ന്. ഇതാണ് വിഷയം. ഇതിവിടെ വരുന്ന വിഷയം എന്ന് വെച്ചപ്പോൾ നമ്മൾ എന്തിനെന്ത് പറയേ, ഞാൻ എന്നിട്ട് എല്ലാ വേസ്റ്റ് ബിന്നും പൊക്കി നോക്കും. ഞാൻ കാനഡയുടെ തെരുവിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓരോ വേസ്റ്റ് ബോക്സില്ലേ, ഞാൻ ഓരോ വേസ്റ്റ് ബോക്സും പൊക്കി നോക്കും. ആൾക്കാർക്ക് തോന്നും എനിക്ക് പട്ടാണെന്ന്. കാര്യം വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഉള്ള അഴുക്കെല്ലാം ഉണ്ടാവും. അതെന്തിനാണ് പൊക്കി നോക്കണത്? പ്രാന്തന്മാരല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ അവൾ പറയും, എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ലോ ചെയ്യണേ എന്ന്. അതാണ് വിഷയം. ആപ്ലിക്കേഷൻസ് എന്ത് രസമാണെന്ന് അറിയാവാ. ഉടമ്പടി ആപ്ലിക്കേഷൻസിലാണ് നിൽക്കുന്നത്, അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവളെന്തിനാണ് കർത്താവ് ഞാൻ കൊടുത്ത പത്രം, കൃപാസനം പത്രം ഏതെങ്കിലും വേസ്റ്റ് ബിന്നിലുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പൊക്കി നോക്കണത്. അപ്പോൾ ഇവരൊക്കെ കണ്ടാൽ പിന്നെ ദൈവം എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ലെന്ന് പറയത്തില്ലേ? ഈ ചില നല്ല നല്ല അടിപൊളി പാട്ട് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ മീറ്ററെല്ലാം ശരിയാണെങ്കിൽ, സംഗതിയെല്ലാം ശരിയാണെങ്കിൽ, ആ അവിടെ അവർ പാട്ട് നോക്കുന്ന മ്യൂസീഷ്യൻസ് എന്താ പറയണത്? ഒന്നും പറയാനില്ലെന്ന് പറയും. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ഈടുവെപ്പുണ്ടാകണം. ഉടമ്പടി ഇംപ്ലിമെൻറ്റേഷനാണ് നിൽക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷനിൽ അത് കഴിയുമ്പോൾ അപ്പം നമ്മുടെ വാല്യൂ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കും. അതെന്ത്, ഈ വാല്യൂ ഗ്രോത്ത് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാല്യൂ ഇയർ ബേസായിട്ടാണ് ഗ്രോത്ത് ചെയ്യേണ്ടത്. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പ് ആത്മീയ മൂല്യം എന്ന് പറയും. ആത്മീയ മൂല്യം, ഈ ആത്മീയ മൂല്യം വർദ്ധിക്കേണ്ടത് ഇയർ ബേസിലാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ കർത്താവ് നിക്കോദേമോസിനോട് ചോദിക്കില്ലേ, ഇയർ ബേസ് ക്വസ്റ്റ്യനാണ് ചോദിക്കണത്. ഇയർ ബേസ് ക്വസ്റ്റ്യനാണ് നിക്കോദേമോസ്. അന്ന് എടുത്തേ യോഹന്നാൻ 3:10. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അതായത് ഇത് 3:5 വീണ്ടും ജനിക്കണമെന്ന് പറയത്തില്ലേ? വീണ്ടും ജനിക്കാതെ ദൈവത്തിനെ അനുഭവിക്കാൻ പാടില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ വീണ്ടും ജനിപ്പിക്കുന്ന ഉടമ്പടി മോഡുണ്ട്, മോഡ് ഓഫ് കവനൻ്റ് ഉണ്ട്. അതെന്താണ്? അതിന്ന് ഓരോ ഇപ്പോൾ ഇവരെന്താണ്, ഇവർ വീണ്ടും ജനിച്ചവരെയാണ്. അവർ ഓരോ വേസ്റ്റ് പിന്നും പൊക്കി നോക്കുകയാണ്, സ്റ്റാറ്റസ് ലോ ചെയ്യുകയാണ്. എന്താ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് പറയുന്നത് കർത്താവ് ഉപയോഗിച്ച ഒരു മെത്തേഡാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളിക്കാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങൾ ഉണ്ടായത്. എൻ്റെ ഭാര്യ ഒരു ദിവസം ഉച്ചയ്ക്ക് 1:30 പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയം എൻ്റെ ഭാര്യ സ്വപ്നം കാണുന്നു, പരിശുദ്ധ അമ്മ സിൽവർ കളറിൽ പ്രത്യക്ഷപ്പെട്ടു.
ഉടനെ തന്നെ മറ്റു 3 രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് എൻ്റെ ജീവിത പങ്കാളി കാണുന്നു. ആ അമ്മയുടെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ വിസ പ്രോസസ്സിംഗ് പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ആ പേപ്പർ എടുത്തുകൊണ്ട് എന്തോ എഴുതി എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ ഭാര്യ നോക്കിയപ്പോൾ അതിൽ റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയിരിക്കുകയെന്ന് പെയ്ഡെന്നും പറഞ്ഞിട്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, അമ്മ ഞങ്ങൾക്ക് ഈ വിസ നൽകും, ഉറപ്പായിട്ട് ഈ രാജ്യത്തിലും വേറെ ഏതെങ്കിലും രാജ്യത്തിലോട്ട് ഞങ്ങൾക്ക് അമ്മ വിസ നൽകുമെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ടും ഞങ്ങൾ വിശ്വസിച്ചു. കൂടാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് വിഴിഞ്ഞം ഹാർബറിൻ്റെ പ്രശ്നം. ആ വിഴിഞ്ഞം ഹാർബറിലെ പോലീസുകാർ കണ്ണീർ വാതകം വിടുന്ന സമയം അതിശക്തമായ ഭയങ്കര ഒച്ചത്തോട്, വെടിയൊച്ചത്തോടെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശം മൊത്തം നടുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളാരും ഒരു പ്രശ്നത്തിന് പോയില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അമ്മയും കൂടെ അവിടെ ഇരിക്കുമ്പോൾ വൈദികരെ പോലീസുകാർ മർദ്ദിക്കുന്നു എന്നുകൂടെ അവിടെ അറിഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, മോനെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും മുട്ടിന്മേലിരുന്നു കൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് കരുണക്കൊന്ത ചൊല്ലി. എന്നിട്ടും അത് ആ ശബ്ദം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അമ്മ വീണ്ടും എന്നോട് ചോദിച്ചു, മോനെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അമ്മ നമുക്കൊരു ജപമാല കൂടെ ചൊല്ലാം. അങ്ങനെ വീണ്ടും മുട്ടിന്മേലിരുന്നു കൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം 5-ാമത്തെ രഹസ്യം, സാധാരണഗതിയിൽ ഞങ്ങൾ 5-ാമത്തെ രഹസ്യം ചൊല്ലുന്നതിന് മുമ്പേ ഞങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കും. അതിനുശേഷമാണ് ഞങ്ങൾ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ 5-ാമത്തെ രഹസ്യത്തിൽ ഞങ്ങൾ ഇടവകയുടെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സമാധാനത്തിന് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ സമയം ഞങ്ങളെല്ലാവരും സ്തുതിക്കുകയായിരുന്നു. ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ കൈകൾ കിടന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ സ്തുതിപ്പ് നിർത്തിയിട്ട് നിങ്ങൾ ജപമാല കണ്ടിന്യൂ ചെയ്യും, ജപമാല ചൊല്ലി പൂർത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്തിയോടുകൂടെ ജപമാല ചൊല്ലി പൂർത്തിയായതിന് ശേഷം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിച്ചത്? കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തു പറ്റി? അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ എല്ലാവരോടും കൂടെ പറയുകയാണ്, നമ്മളാ സ്തുതിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും അമലോത്ഭവ മാതാവിൻ്റെ രൂപത്തിൽ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ആ പോലീസുകാരുടെയും നമ്മുടെ ജനങ്ങളുടെയും മധ്യത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഞാൻ കണ്ടു. ആ സാക്ഷ്യം ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളടുത്ത് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്ക് അവിടെ എല്ലാം ശാന്തമായി. അവിടെ നിന്ന് വന്നവരൊക്കെ പറഞ്ഞു, എല്ലാം ശാന്തമായിട്ടുണ്ട്. അവിടുത്തെ കളക്ടറും ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന വൈദികരൊക്കെ വന്ന് എല്ലാം ശാന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനത്തിലായി. ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ മാസം 16-ാം തീയതി ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. മകനെ, നിങ്ങൾ പൊയ്ക്കൊള്ളുക, പരിശുദ്ധ അമ്മ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തെ നയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവമാണ്. ഞങ്ങൾ ട്രെയിൻ മാറിക്കയറിയെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ്സിലിരുന്ന് ഞാൻ കാണുന്നു ചെന്നൈയിൽ നിന്നും ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ട്രെയിൻ അല്ല അങ്ങ് പോയി പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ്. തിരിച്ച് അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്നും ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിനും പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുകയാണ്.
അപ്പം ഞാൻ തിടുക്കത്തിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ കയറി, റിസർവേഷനായിരുന്നു എടുത്തത്. സീറ്റ് അന്വേഷിക്കുന്ന സമയത്ത് ട്രെയിൻ മൂവായി. നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ദിശയിലോട്ട് ട്രെയിൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതപങ്കാളോട് പറഞ്ഞു, ട്രെയിന് എറണാകുളം ഭാഗത്തോട്ട് പോവുകയാണ്, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ചാടി ഇറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ കാലൊന്ന് തെന്നി. ഞങ്ങളുടെ മൂന്നാമത്തെ മോള് ഇവിടെ ഉണ്ട്, കൊച്ചു മോളാണ്. മോളെ ഞാൻ 2 കൈ കൊണ്ട് തൂക്കി എടുത്ത് അപ്പുറത്ത് നിർത്തി. അപ്പോഴെൻ്റെ കാല് തെന്നി. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ കമ്പി പിടിച്ച് ഇങ്ങനെ ചാടാൻ കണക്കായിട്ട് നിൽക്കുകയാണ്. മാതാവിൻ്റെ കൃപ കൊണ്ട് ആ സമയത്ത് തന്നെ ട്രെയിൻ സ്റ്റോപ്പായി.